ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫിത. ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് 5 ബേസിക് ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസ് കാണാം. അതിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നീഡിൽ മേലേക്ക് എടുത്തതിന് ശേഷം ഇതേപോലെ ഈക്വൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് നീഡിലൊന്ന് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് പുള്ള് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് കിട്ടും. ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, കാന്ത സ്റ്റിച്ച്. വളരെ ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ സ്റ്റിച്ചാണിത്. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് നോക്കാം. ബാക്ക് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു നോർമൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ നീഡിൽ കടത്തിയതിന് ശേഷം ഫ്രണ്ടിലേക്ക് ഒരു ഡബിൾ ഡിസ്റ്റൻസ് വെച്ചിട്ട് നീഡിൽ വലിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് വീണ്ടും കുത്തിയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ചും നമ്മളുടെ ബാക്ക് സ്റ്റിച്ചിൻ്റെ തന്നെ വേറൊരു വേരിയേഷൻ ആയിട്ടാണ് വരുന്നത്. ആദ്യത്തെ പോലെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നീഡിലെടുക്കുകയാണ്. പക്ഷേ ഈ നീഡിലെടുക്കുന്നത് ഹാഫ് ഡിസ്റ്റൻസിലാണ്. നേരത്തെ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബാക്കിലേക്ക് നമ്മൾ കുത്തുന്നത് ലാസ്റ്റ് പോയിന്റിലല്ല, അതിന് പകരം ആദ്യത്തെ സ്റ്റിച്ചിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് പോവാം. ബാക്ക് സ്റ്റിച്ച് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടേയിരിക്കാം. അടുത്തത് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഫ്ലോറൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ആദ്യം ഒരു നോർമൽ സ്റ്റിച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു സ്റ്റിച്ച് മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് വീണ്ടും ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ ഫ്രണ്ടിലേക്ക് കുത്തിയിട്ട് പിന്നെയും ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മേലെ ഭാഗത്ത് പകുതി വെച്ചിട്ട് അടുത്ത സ്റ്റിച്ച് ഈക്വൽ ഡിസ്റ്റൻസിൽ കൊടുക്കാം. ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് ഞാൻ ഈ ലൈൻ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഫ്രണ്ടിലേക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയിൻ പോലെ തന്നെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ലൂപ്സ് ആണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിൻ്റെ തൊട്ട് പിന്നിൽ നമ്മൾ നീഡിൽ ഫ്രണ്ടിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ഒരു ലൂപ്പ് ഇട്ടിട്ട് ത്രെഡ് വലിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ലൂപ്പിൻ്റെ അറ്റത്ത് നിന്ന് വീണ്ടും കുറച്ച് ഡിസ്റ്റൻസിലേക്ക് നീഡിൽ പുഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ വീണ്ടും ലൂപ്പ് ഇട്ട് കൊടുക്കുക, ത്രെഡ് വലിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇതേപോലെ ഞാനിത് ബാക്കി പോർഷനും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള 5 ബേസിക് സ്റ്റിച്ചസ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.